Hi students, welcome to the lecture. Today we will be dealing with theory of consumer behavior, utility analysis. So without much delay, let's move on to the topic. ഇൻട്രൊഡക്ഷൻ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പോലെ അല്ലെങ്കിൽ എന്താണ് ഒരു ബ്രീഫ് ഓവർവ്യൂ ആണ് തരുന്നത് ഇതിനകത്ത്. നമുക്ക് ഓൾറെഡി അറിയാം ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ പ്രൈസ് എന്തിനൊക്കെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക, അതിൻ്റെ ഡിമാൻഡിനെയും അതിൻ്റെ സപ്ലൈ അനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. ഒരു ഇൻഡിവിജ്വൽ ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റിനെ ഡിമാൻഡ് ചെയ്യണമെങ്കിൽ പ്രധാനമായിട്ട് അതിന് വേണ്ട ഡിറ്റർമിനൻറ്റ്സ് എന്തൊക്കെയായിരിക്കും? ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ അത് ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഇൻകം, അതേപോലെ ആ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ്, അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്ന മറ്റ് ഗുഡ്സിൻ്റെ പ്രൈസൊക്കെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുന്നത്. സോ നമുക്ക് ഡിമാൻഡ് ഓഫ് എ പെർട്ടിക്കുലർ ഗുഡ് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഗുഡിൻ്റെ ഡിമാൻഡിന് നമുക്ക് ഈ ഒരു ഓൾജിബ്രാക് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ദ പ്രൈസ് ഓഫ് ദ ഗുഡ് എക്സ്, ഇൻകം ഓഫ് ദ ഇൻഡിവിജ്വൽ, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് വൈ ആൻഡ് ഇസെഡ്. ഇങ്ങനെയാണ് എടുക്കുക. സോ ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദാറ്റ്. മൂവിങ് ഓൺ ഫർദർ. ഇതിൽ നമുക്ക് ഓൾറെഡി അറിയാം ഡിമാൻഡിനെ കാണിക്കാനാണ് ഡി എക്സ് എന്ന് കാണിച്ചിരിക്കുന്നത്. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആ എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഗുഡിൻ്റെ പ്രൈസാണ്. ഇൻഡിവിജ്വലിൻ്റെ ഇൻകം ആണ് നമ്മൾ ഐ വെച്ച് കാണിച്ചത്. പി ഓഫ് വൈയും പി ഇസഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ റിലേറ്റഡ് ഗുഡ്സിൻ്റെ പ്രൈസാണ് കാണിച്ചിരിക്കുന്നത്. സോ എമോങ് എല്ലാ അതർ ഫാക്ടേഴ്സിനെ വെച്ച് കൺസിഡർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ, നമ്മൾ എടുക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രൈസാണ്. സോ എന്താണ് ഒരു പെർട്ടിക്കുലർ തിയറി അല്ലെങ്കിൽ ഫങ്ഷൻ ഓഫ് ദ തിയറി ഓഫ് ഡിമാൻഡ്, അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ടു എസ്റ്റാബ്ലിഷ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് ദ പ്രൈസ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് കൺസ്യൂമറിൻ്റെ ഡിമാൻഡിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് പല പല തിയറീസ് ഡെവലപ്പ് ചെയ്തു. അതിലൊരു തിയറിയാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഒരുപാട് ക്രിറ്റിസിസം ഒക്കെ നേരിടേണ്ടി വന്ന ഒരു തിയറിയാണ്. അത് ബേസ് ചെയ്തിട്ടും അല്ലെങ്കിൽ അതിന് മോഡിഫിക്കേഷൻസ് ഒക്കെ ആയിട്ട് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്, സാമുവൽസൺ റിവീൽ പ്രിഫറൻസ് തിയറി ഒക്കെ പ്രപ്പൗണ്ട് ചെയ്തു. പക്ഷേ നമ്മൾ പ്രധാനമായിട്ടും ഒരു യൂട്ടിലിറ്റി അനാലിസിസിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മാർഷ്യലിൻ യൂട്ടിലിറ്റി അനാലിസിസ് ആണ്. നമ്മുടെ ഈ ലെക്ചറിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നതിലായിരിക്കും. സോ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് മൂവ് ഓൺ. ദ മീനിങ് ഓഫ് ദ ടേം യൂട്ടിലിറ്റി. നമുക്കറിയാം ഒരു പേഴ്സൺ, ഒരു വ്യക്തി, അദ്ദേഹം ഒരു ഗുഡ് ഡിമാൻഡ് ചെയ്യണമെങ്കിൽ അയാളുടെ വാണ്ടിനെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് ആ ഒരു ഗുഡ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് അയാൾ ഒരു പെർട്ടിക്കുലർ ഗുഡിൻ്റെ ഡിമാൻഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റിക്ക് ആ ഒരു വ്യക്തിയുടെ വാണ്ടിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എങ്കിൽ അതാണ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. യൂട്ടിലിറ്റി മീൻസ് എ വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. ഇത് ഒരു വ്യക്തിയുടെ അല്ല, ഒരു കമ്മോഡിറ്റിയുടെ പവറിനെയാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് ദ പ്രോപ്പർട്ടി ഓഫ് എ കമ്മോഡിറ്റി വിച്ച് സാറ്റിസ്ഫൈസ് ദ വാണ്ട്സ് ഓഫ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമറിൻ്റെ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുവാനുള്ള ആ പെർട്ടിക്കുലർ പ്രോപ്പർട്ടി, ഒരു കമ്മോഡിറ്റിയുടെ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് യൂട്ടിലിറ്റീനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് സബ്ജക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ ഒരാൾ ഡിറൈവ് ചെയ്തിരിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കത്തില്ല ഒരു കമ്മോഡിറ്റിയിൽ നിന്ന് മറ്റൊരാൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതെന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ഫീലിംഗ്. ദെൻ ഒരു കമ്മോഡിറ്റിയുമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഡിസയർ മെയിൻലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു കമ്മോഡിറ്റി അദ്ദേഹത്തിന് നൽകുന്ന യൂട്ടിലിറ്റിനെ ആശ്രയിച്ചായിരിക്കും. ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റി കൂടുതലായിട്ടുള്ള ഒരു യൂട്ടിലിറ്റിയാണ് ആ ഒരു വ്യക്തിക്ക് നൽകുന്നത് എങ്കിൽ അദ്ദേഹം ആ ഒരു കമ്മോഡിറ്റി മേടിക്കുന്നതിൽ കൂടുതൽ താല്പര്യമായിരിക്കും. ദാറ്റ് ഈസ് ഹി വിൽ ഹാവ് ഗ്രേറ്റ് ഡിസയർ. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് എത്തിക്സും അതുപോലെ തന്നെ മൊറാലിറ്റിയും യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റിൽ വലിയ സ്ഥാനം അർഹിക്കുന്ന കാര്യങ്ങൾ അല്ല. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആൽക്കഹോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇമ്മോറലാണ്. അപ്പോൾ അതിൻ്റെ യൂസേജ് ചിലവർക്ക് അത് യൂട്ടിലിറ്റി നൽകുന്നുണ്ടായിരിക്കത്തില്ല, പക്ഷെ ചിലർക്കത് യൂട്ടിലിറ്റി നൽകുന്നുണ്ട്. സോ ഈ ഒരു കോൺസെപ്റ്റിൽ മാത്രം യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി, ഈ ഒരു കോൺസെപ്റ്റിൽ മാത്രമാണ് എക്കണോമിക്സിൽ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അല്ലാതെ എത്തിക്കൽ പ്രിൻസിപ്പിൾസോ മോറൽ പ്രിൻസിപ്പിൾസോ ഇവർ കൺസിഡർ ചെയ്തിട്ടില്ല. ദസ് എക്കണോമിക്സ് കൺസെപ്റ്റ് ഓഫ് യൂട്ടിലിറ്റി ഈസ് എത്തിക്കലി ന്യൂട്രൽ. സോ എക്കണോമിക്സിൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്താണ്? എത്തിക്കലി ന്യൂട്രൽ ആണ്. ഓക്കെ, ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തി ഡിറൈവ് ചെയ്തിരിക്കുന്ന യൂട്ടിലിറ്റീസിൻ്റെ എല്ലാത്തിൻ്റെയും സമ്മായിരിക്കും ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഡിസ്റ്റിങ്വിഷ് ടോട്ടൽ യൂട്ടിലിറ്റി അതുപോലെ തന്നെ മാർജിനൽ യൂട്ടിലിറ്റിയും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റി ഒരു കൺസ്യൂമർ
കൺസ്യൂം ചെയ്ത് കഴിയുമ്പോൾ അയാൾക്ക് ലഭിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. ആ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ആ യൂട്ടിലിറ്റിയുടെ സമ്മിനെയാണ് നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു ടേബിളിൽ കാണിച്ചിരിക്കുന്നത് കപ്സ് ഓഫ് ടീ കൺസ്യൂംഡ് പെർ ഡേ എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ടോട്ടൽ യൂട്ടിലിറ്റി ഡിറൈവ് ചെയ്തിരിക്കുന്നത്, മാർജിനൽ യൂട്ടിലിറ്റി ഡിറൈവ് ചെയ്തിരിക്കുന്നതുമാണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് കപ്പ് ഓഫ് ടീ കൺസ്യൂംഡ് പെർ ഡേ, ഒരു ദിവസം ഒരു ടീ ആണ് കപ്പ് ഓഫ് ടീ ആണ് അയാൾ കൺസ്യൂം ചെയ്തതെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് 12 ആയിരിക്കും. മാർജിനൽ യൂട്ടിലിറ്റിയും 12 ആയിരിക്കും. പിന്നീട് അദ്ദേഹം രണ്ടാമത്തെ ദിവസം 2 ടീ കൺസ്യൂം ചെയ്തുവെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻക്രീസ് ചെയ്യാണ്, 22 ആയി. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് 10 ആവുകയാണ്. അതിന് കാരണമെന്ന് പറഞ്ഞിരിക്കുന്നത് 2 ടീ അയാൾ കൺസ്യൂം ചെയ്തപ്പോൾ 22 യൂട്ടിൽസ് ആണ് വന്നത്. ആദ്യത്തെ ടീ കൺസ്യൂം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് 12 യൂട്ടിൽസ് ആണ് വന്നത്. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലാസ്റ്റ് അഡീഷണൽ കമ്മോഡിറ്റി കൺസ്യൂം ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ആ എക്സ്ട്രാ സാറ്റിസ്ഫാക്ഷൻ, അതാണ്. സോ 22 - 12 10 ആയിരിക്കും നമുക്ക് ആ ഒരു വ്യക്തിക്ക് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെ തേർഡ് വന്നു, അവിടെ 30 ആയി. ഇവിടെ അതേപോലെ തന്നെ കുറഞ്ഞു. ദാറ്റ് ഈസ് 30 - 22 8 ആയി മാർജിനൽ യൂട്ടിലിറ്റി. അതേപോലെ അങ്ങനെ വന്ന് 6ൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ മാക്സിമം ടോട്ടൽ യൂട്ടിലിറ്റിയാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ മാർജിനൽ യൂട്ടിലിറ്റി 1ലുമാണ് എത്തിയിരിക്കുന്നത്. ഇനി ആ ഒരു പോയിന്റിൽ ആ ഒരു പെർട്ടിക്കുലർ കൺസ്യൂമർ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ് ചെയ്തിരിക്കുന്നുണ്ട്, ആ കമ്മോഡിറ്റി അദ്ദേഹത്തിൻ്റെ വാണ്ടിനെ കംപ്ലീറ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി, അതായത് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 6 കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ 6 യൂണിറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നതിനെ നമ്മൾ ഇക്കണോമിക്സിൽ യൂസ് ചെയ്തിരിക്കുന്നത് ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് സാറ്റിയേഷൻ ക്വാണ്ടിറ്റി എന്നാണ്. ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ആ പെർട്ടിക്കുലർ വ്യക്തിക്ക് ലഭിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയുക, വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി മാക്സിമം അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഹൈ ആണ് ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ടോട്ടൽ യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്യാനായിട്ട് തുടങ്ങും. മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവിലോട്ടേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നെക്സ്റ്റ് സ്ലൈഡിലുണ്ട്. ഇതുണ്ട്. സെയിം ഓൺ കൺസ്യൂമിങ് 2 യൂണിറ്റ്സ് ഓഫ് ദ കമ്മോഡിറ്റി പെർ ഡേ, അദ്ദേഹത്തിൻ്റെ യൂട്ടിലിറ്റീസ് 22ലോട്ടേക്കാണ് പോകുന്നത്. 6 കപ്പ് ഓഫ് ടീ കഴിച്ചു. സോ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് 6 യൂണിറ്റ്സ് ടേക്കൻ പെർ ഡേ 41 യൂട്ടിൽസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എത്ര യൂണിറ്റ്സ് ഓഫ് കമ്മോഡിറ്റി ആണ് അദ്ദേഹം കൺസ്യൂം ചെയ്തിരിക്കുന്നത്, ടോട്ടൽ യൂട്ടിലിറ്റി സ്വാഭാവികമായിട്ടും ഇൻക്രീസ് ചെയ്തു. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ കമ്മോഡിറ്റി കൺസ്യൂംഡ്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കാനുള്ളത്, ഓരോ യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി കൺസ്യൂം ചെയ്ത് കഴിയുമ്പോഴും ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. പക്ഷേ അതൊരു ഡിമിനിഷിങ് റേറ്റിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റി ഒരു കൺസ്യൂമർ കൺസ്യൂം ചെയ്തു, അത് ഒരു സർട്ടൻ ക്വാണ്ടിറ്റി വരെയാണ് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുള്ളൂ. പിന്നീട് ആ ഒരു കമ്മോഡിറ്റിയുടെ കൺസപ്ഷൻ വീണ്ടും കൂട്ടിയിട്ടുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ടോട്ടൽ യൂട്ടിലിറ്റി സ്വാഭാവികമായിട്ടും ഡിക്രീസ് ചെയ്യും. സോ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ദ കമ്മോഡിറ്റി കൺസ്യൂംഡ് അറ്റ് വിച്ച് ദ കൺസ്യൂമർ ഇസ് ഫുള്ളി സാറ്റിസ്ഫൈഡ്, എത്ര യൂണിറ്റ്സ് ഓഫ് കമ്മോഡിറ്റി കൺസ്യൂം ചെയ്തപ്പോഴാണോ ആ കൺസ്യൂമർ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയത്, ആ ഒരു പോയിന്റിനാണ് നമ്മൾ സാറ്റിയേഷൻ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ആ ഒരു സാറ്റിയേഷൻ പോയിന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ടോട്ടൽ യൂട്ടിലിറ്റി സ്വാഭാവികമായിട്ടും ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ കുറച്ച് മുൻപത്തെ ആ ഗ്രാഫിൽ ആ ടേബിളിൽ നമ്മൾ കൃത്യമായിട്ട് കണ്ടത്. അതായത് ആ ടേബിൾ നമ്മൾ കണ്ടു, 6 യൂണിറ്റ്സ് കൺസ്യൂം ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് മാക്സിമം യൂട്ടിലിറ്റി കിട്ടുന്നത്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നീട് അത് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഒരു പോയിന്റിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ കൺസപ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് വിൽ ആക്ച്വലി ഹാം ദ കൺസ്യൂമർ വിച്ച് കോസസ് ദ ഡിക്ലൈൻ ഇൻ ദ യൂട്ടിലിറ്റി ആൻഡ് ദ സാറ്റിസ്ഫാക്ഷൻ ഫ്രം ദ കമ്മോഡിറ്റി ഓൾസോ വിൽ ബി ഡിക്ലൈൻഡ്. ഓക്കെ, ഇനി നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സ്ട്രാ യൂട്ടിലിറ്റി, ലാസ്റ്റ് അഡീഷണൽ യൂണിറ്റ് കമ്മോഡിറ്റി നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ലഭിച്ച എക്സ്ട്രാ യൂട്ടിലിറ്റിനെയാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ദ അഡീഷൻ മെയ്ഡ് ടു ദ ടോട്ടൽ യൂട്ടിലിറ്റി വെൻ വൺ മോർ യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി ഈസ് കൺസ്യൂംഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ. ഓക്കെ, ദെൻ വെൻ ഒരു കൺസ്യൂമർ ഒരു കപ്പ് ഓഫ് ടീ കഴിച്ചപ്പോൾ അദ്ദേഹത്തിന് 12 യൂട്ടിൽസ് ആണ് യൂട്ടിലിറ്റി ലഭിച്ചത്. 2 ടീ കഴിച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തിന് 22 യൂട്ടിൽസ് ആണ് അദ്ദേഹത്തിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ യൂട്ടിലിറ്റി ലഭിച്ചതെങ്കിൽ അഡീഷണൽ രണ്ടാമത്തെ കപ്പ് ഓഫ് ടീ ആണ് അഡീഷണൽ ആയിട്ട് വന്നത്. സോ അത് കഴിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ എക്സ്ട്രാ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് 22 യൂട്ടിൽസ് - 12 യൂട്ടിൽസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 10
ഇതാണ് അദ്ദേഹത്തിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ എക്സ്ട്രാ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സാറ്റിയേഷൻ പോയിന്റിന് ബിയോണ്ട് ആയിട്ട് അദ്ദേഹം കൺസപ്ഷൻ ഇൻക്രീസ് ചെയ്താൽ ടോട്ടൽ യൂട്ടിലിറ്റിയും ഡിക്ലൈൻ ചെയ്യും, മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവിലോട്ടേക്ക് പോവുകയും ചെയ്തു. ഓക്കെ, ഇനി മാർജിനൽ യൂട്ടിലിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് MUN ഇസ് ഈക്വൽ ടു TUN മൈനസ് TUN മൈനസ് 1 എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഇക്വേഷനിലാണ്. N എന്ന് പറഞ്ഞിരിക്കുന്നത് മാർജിനൽ യൂട്ടിലിറ്റീസ് ഓഫ് എനി നമ്പർ ഓഫ് പെർട്ടിക്കുലർ കമ്മോഡിറ്റി, അതാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു കാൽക്കുലസ് ഫോമിൽ നമ്മളത് എഴുതുമ്പോൾ MUN ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ടോട്ടൽ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൽ ചേഞ്ച് ഇൻ ടോട്ടൽ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു 1 എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ദെയർഫോർ ഇൻ ഗ്രാഫിക്കൽ അനാലിസിസ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് കമ്മോഡിറ്റി ക്യാൻ ബി നോൺ ബൈ മെഷറിംഗ് ദി സ്ലോപ്പ് ഓഫ് ടോട്ടൽ യൂട്ടിലിറ്റി കർവ്. ടോട്ടൽ യൂട്ടിലിറ്റി കർവിൻ്റെ സ്ലോപ്പ് മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എ പെർട്ടിക്കുലർ കമ്മോഡിറ്റി ഗ്രാഫിക്കൽ ഫോമിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ ഡയറക്റ്റായിട്ട് മാർഷൽസ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിലോട്ടേക്കാണ് പോകുന്നത്. ഇനി assumptions of Marshall's cardinal utility analysis. Marginal utility analysis of demand is based upon certain important assumptions. മാർജിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് കുറേയധികം അസംഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ യൂട്ടിലിറ്റി അനാലിസിസ് എന്താണ് യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് നമുക്ക് വി ഷുഡ് എക്സ്പ്ലെയിൻ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഇൻ റിഗാർഡ് ടു ദ ഡിമാൻഡ് ഫോർ ഗുഡ്. It is essential to describe those basic assumptions on which the whole cardinal utility analysis rests. ഇനി നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൻ്റെ അസംഷൻസ് ആണ്. ബേസിക് അസംഷൻസ് ഓർ പ്രമൈസസ് ഓഫ് ദ യൂട്ടിലിറ്റി അനാലിസിസ്. ഫസ്റ്റ് വൺ ഈസ് കാർഡിനൽ മെഷറബിലിറ്റി ഓഫ് യൂട്ടിലിറ്റി. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് അസംഷൻ, കാർഡിനൽ മെഷറബിലിറ്റി ഓഫ് യൂട്ടിലിറ്റി. The exponents of cardinal utility theory, or what is called marginal utility analysis, regards utility to be a cardinal concept. In other words, they hold that utility is measurable and quantifiable entity. അതായത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു മെഷറബിൾ അല്ലെങ്കിൽ ഒരു ക്വാണ്ടിഫൈങ് എൻറ്റൈറ്റി ആയിട്ടാണ് ഇവർ അത് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം എ പേഴ്സൺ ക്യാൻ എക്സ്പ്രസ് ദി യൂട്ടിലിറ്റി ഓർ സാറ്റിസ്ഫാക്ഷൻ ഹി ഡിറൈവ്സ് ഫ്രം ദ ഗുഡ്സ് ഇൻ ദ ക്വാണ്ടിറ്റേറ്റീവ് കോർഡിനൽ ടേംസ്. കാർഡിനൽ നമ്പേഴ്സ് എന്നുള്ള രീതിയിൽ എന്താണ് ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഒരു കമ്മോഡിറ്റി കൺസ്യൂം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഡിറൈവ് ചെയ്തിരിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ കാർഡിനൽ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് അസംഷൻ. Thus, a person can say that he derives utility equal to 10 utils from the consumption of a unit of good A and 20 utils when the consumption of the unit of good B. അതായത് അപ്പോൾ എന്താണ് ഒരു വ്യക്തിക്ക് എങ്ങനെ പറയാനായിട്ട് സാധിക്കും, ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റി ഫോർ എക്സാമ്പിൾ ഗുഡ് എ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന 10 യൂട്ടിൽസ് അല്ലെങ്കിൽ കാർഡിനൽ നമ്പേഴ്സിൽ അത് എക്സ്പ്രസ് ചെയ്തു. അദ്ദേഹം ബി എന്ന് പറഞ്ഞിരിക്കുന്ന ഗുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് 22 യൂട്ടിൽസ് ആണ് ആ ഒരു യൂട്ടിലിറ്റി ആയിട്ട് ലഭിക്കുന്നത്. സോ മോർ ഓവർ ദ കാർഡിനൽ മെഷർമെൻറ്റ് ഓഫ് യൂട്ടിലിറ്റി ഇൻവോൾവ്സ് ദാറ്റ് a person can compare in respect of size, that is how much one level of utility is greater than another. ഇനി കാർഡിനൽ മെഷർമെൻറ്റ് ഓഫ് യൂട്ടിലിറ്റി ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ഒരു പേഴ്സണ് എന്താണ് സൈസിൻ്റെ ബേസിസിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ഹൗ മച്ച് വൺ ലെവൽ ഓഫ് യൂട്ടിലിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ അനദർ. ഒരു വ്യക്തിയുടെ യൂട്ടിലിറ്റി മറ്റ് വ്യക്തിയുടെ യൂട്ടിലിറ്റിയിൽ നിന്ന് എത്ര ഗ്രേറ്റർ ആണ്. സോ അങ്ങനെ സൈസ് ബേസിസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും കാർഡിനൽ യൂട്ടിലിറ്റി മെഷറിങ്ങിൽ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ അസംഷൻ. ഫോർ എക്സാമ്പിൾ, എ പേഴ്സൺ can say whether the utility he gets from consumption of 1 unit of good B is double the utility he obtains from the consumption of 1 unit of good A. അതായത് അദ്ദേഹത്തിന് മറ്റൊരു രീതിയിൽ പറയാനായിട്ട് സാധിക്കും, ബി എന്ന് പറഞ്ഞിരിക്കുന്ന ഗുഡ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞപ്പോൾ എ എന്ന് പറഞ്ഞിരിക്കുന്ന ഗുഡ് കൺസ്യൂം ചെയ്യുന്നതിനേക്കാളും ഇരട്ടി യൂട്ടിലിറ്റി ലഭിച്ചു എന്നുള്ളത്. So Marshall argues that the amount of money which a person is prepared to pay for a unit of good rather than go without it is a measure of utility he derives from the good. Thus, according to him, മാർഷൽ മണി എന്ന് പറഞ്ഞിരിക്കുന്നത് യൂട്ടിലിറ്റി മെഷറിംഗ് റോഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചില എക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം ബിലോങ്ങിങ് ടു കാർഡിനലിസ്റ്റ് സ്കൂൾ മെഷറിംഗ് യൂട്ടിലിറ്റി ഇൻ ഇമാജിനറി യൂട്ടിൽസ് കോൾഡ് യൂട്ടിൽസ്. അതായത് കാർഡിനൽ സ്കൂളിൽ അല്ലെങ്കിൽ ആ തോട്ടിൽ വിശ്വസിക്കുന്ന എക്കണോമിസ്റ്റുകൾ എങ്ങനെയാണ് യൂട്ടിലിറ്റീനെ മെഷർ ചെയ്തിരിക്കുന്നത്, യൂട്ടിൽസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടേമിലാണ്. They assume that consumer is capable of saying that one apple provides
him the utility equal to for utils. ഓക്കെ, അങ്ങനെ എക്സ്പ്രസിങ് ഫോംസിലാണ് യൂട്ടിൽസ് എന്ന് പറഞ്ഞിരിക്കുന്ന ടേമിൽ എക്സ്പ്രസ് ചെയ്യാണ്. ഓക്കെ, second one is hypothesis of independent utilities. Second important tenet of cardinal utility analysis എന്ന് പറഞ്ഞിരിക്കുന്നത് hypothesis of independent utilities. ഈ ഒരു ഹൈപ്പോത്തസിസിൽ യൂട്ടിലിറ്റി വിച്ച് കൺസ്യൂമർ ഡിറൈവ്സ് ഫ്രം എ ഗുഡ് ഇസ് ദ ഫങ്ഷൻ ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് ദാറ്റ് ഗുഡ് ആൻഡ് ഓഫ് ദാറ്റ് ഗുഡ് ഓൺലി. അതായത് ഈ ഇൻഡിപെൻഡൻറ്റ് യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നതിനകത്ത് പ്രധാനമായിട്ട് ഇക്കണോമിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത് ഒരു കൺസ്യൂമർ ഒരു ഗുഡ് വാങ്ങിക്കുകയാണെങ്കിൽ ആ ഒരു ഗുഡിൻ്റെ ഫങ്ഷൻ കാരണം അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കാരണം ആ ഒരു പെർട്ടിക്കുലർ കൺസ്യൂമറിന് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ മറ്റൊരു ഗുഡിനെയും ആശ്രയിച്ചല്ല ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്വാണ്ടിറ്റി പർച്ചേസ്ഡ് അറ്റ് ദ ഗുഡ് ദാറ്റ് ടൈം. ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ തന്നെ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഗുഡിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് തന്നെയാണ് ഇരിക്കുന്നത്, മറ്റു ഗുഡ്സിനെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. ഓൺ ദിസ് അസംപ്ഷൻ ദ ടോട്ടൽ യൂട്ടിലിറ്റി വിച്ച് എ പേഴ്സൺ ഗെറ്റ്സ് ഫ്രം ദ കളക്ഷൻ ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ് ബൈ ഹിം ഈസ് സിംപ്ലി ദ സം ടോട്ടൽ ഓഫ് സെപ്പറേറ്റ് യൂട്ടിലിറ്റീസ് ഓഫ് ദ ഗുഡ്. സോ ഈ ഒരു അസംപ്ഷനിൽ ടോട്ടൽ യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്ന കളക്ഷൻ ഓഫ് ഗുഡിൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഓരോ ഗുഡും ഇൻഡിവിജ്വലായിട്ട് പർച്ചേസ് ചെയ്തപ്പോൾ അവർക്ക് ലഭിച്ച യൂട്ടിലിറ്റീസിൻ്റെ സം ആയിട്ടാണ് ഇവർ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാർഡിനലിസ്റ്റ് സ്കൂൾ റിഗാർഡ് യൂട്ടിലിറ്റി ആസ് അഡിറ്റീവ്. That is, separate utilities of different goods can be added to the sum total of total utilities. Third one is constancy of marginal utility of money. Constancy in marginal utility of money. ഈ ഒരു അസംപ്ഷൻ അനുസരിച്ച് മാർഷൽസ് യൂട്ടിലിറ്റി അനാലിസിസ് ഈസ് ദ കൺസ്റ്റൻസി ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി. ദസ് while in the cardinal utility analysis assumes that marginal utilities of commodities diminish as more as the goods purchased or consumed, but marginal utility of money remains constant throughout when the individual is spending money on good and due to which the amount of money with him varies. അതായത് നമുക്കറിയാം മാർജിനൽ യൂട്ടിലിറ്റി അനുസരിച്ച് നമ്മൾ കൺസ്യൂം ചെയ്തിരിക്കുന്ന ഗുഡ്സ് ഉണ്ടല്ലോ, ആ ഗുഡ് അതിൻ്റെ യൂട്ടിലിറ്റി നമ്മൾ അഡീഷണൽ കൺസ്യൂം ചെയ്യുന്നതനുസരിച്ച് ഡിക്രീസ് ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എന്ന് പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇറ്റ് വിൽ നോട്ട് വേരി. മാർഷൽ മെഷേഴ്സ് മാർജിനൽ യൂട്ടിലിറ്റീസ് ഇൻ ടേംസ് ഓഫ് മണി. മാർഷൽ മാർജിനൽ യൂട്ടിലിറ്റീസ് മണി ടേംസിലാണ് മെഷർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ദ മെഷർമെൻറ്റ് ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഗുഡ്സ് ഇൻ ടേംസ് ഓഫ് മണി എന്ന് പറഞ്ഞിരിക്കുന്നത് ഓൺലി പോസിബിൾ ഈഫ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഇറ്റ് സെൽഫ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ എന്താണ്, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഗുഡ്സിനെ മണി ടേംസിലാണ് അല്ലെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റീസ് മാർഷൽ മണി ടേംസിലാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഗുഡ് മണി ടേംസിൽ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ മണിയുടെ മാർജിനൽ യൂട്ടിലിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ദ അസംപ്ഷൻ ഓഫ് കോൺസ്റ്റൻറ്റ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഇസ് വെരി ക്രൂഷ്യൽ. മാർജിനൽ യൂട്ടിലിറ്റി അനാലിസിസ് മാർഷലിയൻ യൂട്ടിലിറ്റി അനാലിസിസിൽ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എന്ന് പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ളൊരു അസംപ്ഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബിക്കോസ് അതർവൈസ് മാർഷൽ കുഡ് നോട്ട് മെഷർ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഗുഡ് ഇൻ ടേംസ് ഓഫ് മണി. ഇഫ് ദ മണി which is the good of measurement itself varies as one is measuring with it, it cannot then yield correct measurement of marginal utility of good. മണി വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ വാട്ട് ഹാപ്പൻ ഇസ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഗുഡ് കറക്റ്റായിട്ട് മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, മാർഷൽ ഡിഫെൻഡഡ്. ഇനി നമ്മുടെ ഫോർത്ത് അസംപ്ഷൻ ദാറ്റ് ഈസ് ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ്. Another important hypothesis of cardinal utility analysis is the use of introspective method for judging the behavior of marginal utility. മാർജിനൽ യൂട്ടിലിറ്റിയുടെ ബിഹേവിയർ ജഡ്ജ് ചെയ്യുന്നതിന് ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ് യൂസ് ചെയ്തിരിക്കുന്നതാണ് നെക്സ്റ്റ് അസംപ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡിൽ ദ ഇക്കണോമിക്സ് റീകൺസ്ട്രക്ട് ഓർ ബിൽഡ് അപ്പ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ ഓൺ സൈക്കോളജിക്കൽ എക്സ്പീരിയൻസസ് ദ ട്രെൻഡ് ഓഫ് ഫീലിംഗ് വിച്ച് ഗോസ് ഇൻ മെൻസ് മൈൻഡ്. ഒരു വ്യക്തിയുടെ മനസ്സിലൂടെ മായുന്ന ഫീലിംഗ് അത് അല്ലെങ്കിൽ ആ സൈക്കോളജിക്കൽ എക്സ്പീരിയൻസസ്
എക്കണോമിസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്യുകയാണ് ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡിൽ കൂടെ ഫ്രം അദ്ദേഹത്തിൻ്റെ തന്നെ റെസ്പോൺസിൽ കൂടെ സർട്ടൈൻ ഫോഴ്സസ് ആൻഡ് ബൈ സൈക്കോളജിക്കൽ എക്സ്പീരിയൻസസ് ആൻഡ് ഒബ്സർവേഷൻ വൺ ഗെയിൻസ് അണ്ടർസ്റ്റാൻഡിങ് ഓൺ ദി വേ അതർ പീപ്പിൾസ് മൈൻഡ്. മറ്റുള്ളവരുടെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ മറ്റുള്ളവരുടെ ആക്ഷൻസും ഓൾമോസ്റ്റ് എന്തായിരിക്കും എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ റെസ്പോൺസസ് യൂസ് ചെയ്തിട്ട് എക്കണോമിസ്റ്റുകൾ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന മെത്തേഡ്സാണ് ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ടു സം അപ്പ്, ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ് വി അട്രിബ്യൂട്ട് ടു അനദർ പേഴ്സൺ ദാറ്റ് വി നോ വാട്ട് ഈസ് ദെയർ മൈൻഡ്. അവരുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡിൽ കൂടെ കൺവേ ചെയ്യുന്ന കാര്യം. ഓക്കെ, സോ ദ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ബേസ്ഡ് അപ്പോൺ ഇൻട്രോസ്പെക്ഷൻ. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ അസംഷനെ ബേസ് ചെയ്തിട്ടാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ലോ ഉള്ളത്. വി നോ ഫ്രം അവർ ഓൺ മൈൻഡ് ദാറ്റ് ആസ് വി ഹാവ് മോർ ഓഫ് എ തിങ് ദ ലെസ് യൂട്ടിലിറ്റി വി ഡിറൈവ് ഫ്രം ദ അഡീഷണൽ യൂണിറ്റ് ഓഫ് ഇറ്റ്. അത് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാവുന്ന കാര്യമാണല്ലേ. ഇപ്പം ഒരു കാര്യം നമുക്ക് ഒന്നിൽ കൂടുതലുണ്ട് എങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ സ്വാഭാവികമായിട്ടും കുറയും. സോ അതാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫാഷൻ. അപ്പോൾ ഒരുപാട് ക്ലോത്ത്സ് നമുക്കുണ്ട്, പക്ഷെ ഫാഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ആ ക്ലോത്തിൻ്റെ താല്പര്യം അല്ലെങ്കിൽ ആ ക്ലോത്ത് ഉപയോഗിക്കാനുള്ള നമ്മുടെ താല്പര്യം സ്വാഭാവികമായിട്ടും കുറയും. ദാറ്റ് ഈസ് അതിൻ്റെ യൂട്ടിലിറ്റി ഡിക്രീസ്ഡ് ആയി. അതാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഓൾമോസ്റ്റ് ഇപ്പോൾ തന്നെ 21 minutes ആയി. സോ ഐ തിങ്ക് വി ഷുഡ് സ്റ്റോപ്പ് ഹിയർ നൗ. ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ വി വിൽ ബി ഡൂയിങ് ലോ ഓഫ് മാർഷൽസ് കാർഡിനൽ യൂട്ടിലിറ്റി. ബൈ. God bless you all. Enjoy learning.